ഗായ്സ്, എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വളച്ചുകെട്ടിലില്ലാണ്ട് വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഫോൾ ജേർണീനെ കുറിച്ച് പറയാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ മാസങ്ങളായിട്ട്, മിനിമം ഒരു 6 മാസമായിട്ട് എനിക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടായിരുന്നു, ഉറക്കക്കുറവുണ്ടായിരുന്നു. അതേപോലെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് മേ ബി ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഞാൻ ചെക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഉണ്ടായിരിക്കാം. എനിക്ക് വളരെ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഹെയർ ഫോൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ പറയാൻ, എനിക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് കുറച്ചൊക്കെ മുടി പോവുകയാണെങ്കിൽ വിചാരിക്കും അത് ഹെയർ ഫോൾ ആണെന്ന്. അല്ല, ഈ കൈ നിറയെ മുടി കിട്ടി എങ്ങനെ ഇരിക്കും, അതേ രീതിയിലുള്ള ഹെയർ ഫോൾ ആയിരുന്നു എൻ്റെ, സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ആയിരുന്നു. അപ്പോൾ അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ പീരീഡ്സിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, കാരണം എൻ്റെ പീരീഡ്സൊക്കെ റെഗുലറാണ്. മേ ബി എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് എനിക്ക് വന്നിരിക്കാം. പ്ലസ് എനിക്ക് സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഉറക്കം കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മുടിയുടെ എന്താ പറയുക, ഇതിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ മുടി ഇല്ലാത്തതിനെ, അല്ല, മുടി ഹെയർ ഫോളൊക്കെ ഉണ്ടാകുന്നതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്രയും രീതിയിൽ എനിക്ക് മുടി ഒഴിച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ന വ്യക്തി ആ സമയത്ത് നല്ല ഫിനാൻഷ്യലി കുറച്ച് ക്രൈസിസിൽ കൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡോക്ടറെ കണ്ട് ഇത് പറയാനോ അല്ലെങ്കിൽ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ എനിക്ക് ആ സമയത്ത് മനസ്സ് തോന്നിയില്ല. കാരണം ചിലപ്പോഴൊക്കെ നല്ലതായിരിക്കും, വർക്കൗട്ട് ആയിരിക്കും, ഒരു ഡോക്ടേഴ്സിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് അപ്പോൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. എന്തെങ്കിലും ഹോം റെമഡീസ് നോക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ജന്മന ഭയങ്കര തിക്ക് ഹെയർ ആയിരുന്നു. അതായത് നല്ല സായിബാബയുടെ പോലത്തെ മുടിയെന്നാണ് എൻ്റെ സ്കൂളിലത്തെ കൂട്ടുകാരും കോളേജിലത്തെ ഫ്രണ്ട്സും എന്നെ വിളിച്ചിരുന്നത്. അതുപോലത്തെ മുടിയായിരുന്നു എൻ്റെ. ഇത്രയും കട്ടിയായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു, ഇതിന് കട്ടിയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ഫോൾ ഇഷ്യൂസ് അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല കുറേ നാൾ. പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് മുടി സ്ട്രൈറ്റ് ചെയ്തപ്പോഴാണ്, സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ചെയ്തപ്പോഴാണ് എനിക്ക് ഇതേപോലെ ഹെയർ ഫോൾ വന്നത്. ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും പറയാമെന്നുള്ളൊരു ഇതാണ്, ടിപ്പാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു സ്ഥലത്തും പോയി, നമ്മുടെ മുടി കേളായിരിക്കാം, എൻ്റെ മുടി കേളിയാണ്, ഞാനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു, മനസ്സിലായോ? നമ്മുടെ മുടി കേളിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്കത് സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ട്രൈറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എത്ര നാൾ സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും, ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യും തോറും നമ്മുടെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്ത് പോകും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മുടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ കേളി മുടി നല്ല ട്രെൻഡിങ്ങിലാണ് കേട്ടോ, അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ എനിക്കും സ്ട്രൈറ്റ് ഹെയർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് കേളി ഹെയറാണ്, നമ്മളത് വെച്ച് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിനെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനിത് പറയുന്നത്. ഇനി നമുക്ക് ഹെയർ ഫോളിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഹെയർ ഫോള് വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് പരതിയായിരുന്നു, എന്ത് ചെയ്തിട്ടാണ് ഹെയർ ഫോൾ ഇഷ്യൂസ് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ പലവർക്കും പല രീതിയിലായിരിക്കും, ചിലർക്ക് PCOD ഇഷ്യൂസ്, തൈറോയിഡ് ഇഷ്യൂസ്, അതേപോലെ എന്താ പറയുക, ഇതേപോലെ സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഉറക്കക്കുറവ്, ഇതൊക്കെ കൊണ്ടുവരാം കേട്ടോ. പല റീസൺസാണ്. അതേപോലെ ഹെയറിൻ്റെ എന്തെങ്കിലും പ്രോട്ടീൻ, നമ്മുടെ വിറ്റമിൻ D ഒക്കെ കുറഞ്ഞാലും വരാറുണ്ട്. അപ്പം അങ്ങനെ പല റീസൺസാണ് പലവർക്കും ഈ ഹെയർ ഫോൾ ഇഷ്യൂസിന്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയാവുന്ന ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ കുറേ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. ഞാൻ ഒരു പ്രതീക്ഷയും, എനിക്ക് സത്യം പറഞ്ഞാൽ ഹെയറിൽ ഞാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കേളി ഹെയർ സ്ട്രെയിറ്റ് ആക്കാം എന്നുള്ളത് പല തവണ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടി ഒരു പോയിൻ്റ് പോലും സ്ട്രെയിറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെയൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യുക, കാരണം അതൊന്നും ട്രൂ അല്ല, സത്യമല്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റോസ്മേരി വാട്ടറിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത് ഞാൻ ആർട്സ് ഗുഡ്നെസ്സിൻ്റെ ഒക്കെ കുറേ പ്രൊമോഷൻ വീഡിയോസ് പലവരും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് മേടിക്കാം, ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ വേറൊരു വീഡിയോ കണ്ടത്, അതിൽ അവർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം, കുറേ നാളത്തേക്ക് നമ്മളിത് മേടിക്കണ്ടല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ കുറേ വാട്ടർ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇത് ഞാൻ എന്തായാലും മരുന്ന് കടയിൽ നിന്ന് ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ അങ്ങോട്ട് വളരെ കുറഞ്ഞ പൈസ, 20 രൂപയൊക്കെ എനിക്ക് ആയിട്ടുള്ളൂ അതിന്. അത് ഞാൻ മേടിച്ച് ഞാൻ 3 ടീസ്പൂൺ എടുത്തു. അതേപോലെ ഉലുവ 2 ടീസ്പൂൺ എടുത്തു. എന്നിട്ട് ഇതിൽ ചാലിച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് 2 ഗ്ലാസ്സിനെ 1 ഗ്ലാസ്സായി വറ്റിച്ച് ഉണ്ടാക്കിയതാണ് ഈ വാട്ടർ. ഇത് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. യൂസ് ചെയ്താണ് 1 മാസം കൊണ്ട്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നിങ്ങൾക്കിത് ഞാൻ പ്രൊമോഷനൊന്നല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്സ് ഗുഡ്നെസ്സിൻ്റെയോ അതേപോലെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയാം, അവരത് കേടാവാതിരിക്കാൻ ചിലപ്പോൾ അവരതിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചേർത്തിരിക്കുക. അപ്പോൾ നമുക്കറിയില്ല. ഹോം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എപ്പോഴും എന്തുകൊണ്ടും നാച്ചുറലായിരിക്കും. മറ്റേ ആർട്സ് ഗുഡ്നെസ്സിൻ്റെ ഉപയോഗിച്ചിട്ടും പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് വേറൊരു സത്യമാണ്. അപ്പോൾ അതും റോസ്മേരി വാട്ടറാണ്, അതിൽ ചിലപ്പോൾ അവർ ചേർത്തിരിക്കാം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് അപ്ലൈ ചെയ്തു, നല്ല റിസൾട്ട്. എൻ്റെ മുടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഡെൻസായി. ഇവിടെയൊക്കെ ഹെയർ എനിക്ക് പോയിരുന്നു, എനിക്കിവിടെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇവിടെയൊക്കെ എനിക്ക് തലയോട്ടിയായിരുന്നു കണ്ടിരുന്നത്.
അപ്പോൾ കണ്ടോ എൻ്റെ മുടി നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഞാൻ യൂസ് ചെയ്തു, ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഞാൻ വേറെ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു, അതുവരെ യൂസ് ചെയ്തു. ഇത്രയും വരെ ആയിട്ട് ഇത് കഴിയാറായി. ഞാൻ രണ്ടാമത് ഉണ്ടാക്കണം, പക്ഷേ ഞാൻ ഉണ്ടാക്കും. അതിൽ ഞാൻ കരിഞ്ജീരകം കൂടി ചേർക്കും, 1 ടീസ്പൂണ്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കും. കരിഞ്ജീരകം എന്തിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുടി നരയ്ക്കാതിരിക്കാനാട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി ട്രൈ ചെയ്തു. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് 100% പേരിൽ എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 60 to 70% നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ശരി, ബായ്. ഇതൊന്നുമില്ല, ചെയ്യാനില്ല. സോറി, ഞാൻ ബായ് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വിഷമിപ്പിക്കുന്നതല്ല, ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ കുറച്ചും കൂടി ഈസിയാണ്. എൻ്റെ ഒരു സ്പ്രേ ബോട്ടിലില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നമുക്ക് എവിടേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ മുടിയുടെ എല്ലാ ഭാഗത്തും തേക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് തേച്ച് നല്ല രീതിയിൽ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കും. അതാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ. നമ്മൾ എണ്ണ ചെയ്താൽ നമ്മൾ കുളിക്കണം അല്ലേ? ഇത് പക്ഷേ എണ്ണ ചെയ്താലും കുളിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്ത് വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു സിറത്തിനെ കൊണ്ട്. ഇത് ഹെയർ സിറം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കുട്ടി ചാനലാണ്. എനിക്ക് ഞാൻ ഫലപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.